ദുബായിലേക്ക് യാത്ര ചെയ്യാനൊരുങ്ങുന്ന എല്ലാ വിസക്കാരും ഇത് അറിഞ്ഞിരിക്കണം. എയർ ഇന്ത്യ എക്സ്പ്രസ് ഇപ്പോഴത്തെ പുതിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാത്തരം വിസകൾക്കും ദുബായിലേക്ക് യാത്ര ചെയ്യാമെന്ന് വിവിധ വിമാന കമ്പനികൾ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ അറിയിപ്പുകളിൽ വ്യക്തമാക്കിയിരുന്നു. ഓഗസ്റ്റ് 30 മുതൽ ഇന്ത്യയിൽ നിന്നുള്ള സന്ദർശകർക്കും ദുബായിലേക്ക് പ്രവേശനാനുമതി നൽകിയ സാഹചര്യത്തിലാണ് വിമാന കമ്പനികൾ പുതിയ നിർദ്ദേശങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം ഇന്ത്യയിൽ നിന്ന് സന്ദർശക വിസയിൽ ദുബായിലെത്തിയ യാത്രക്കാരോട് കോവിഡ് വാക്സിനേഷൻ സംബന്ധിച്ച രേഖകളൊന്നും അധികൃതർ ആവശ്യപ്പെട്ടില്ലെന്ന് യാത്രക്കാരിൽ ചിലർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. തൊഴിൽ വിസ, ഷോർട്ട് സ്റ്റേ അല്ലെങ്കിൽ ലോങ് സ്റ്റേ വിസകൾ, വിസിറ്റ് വിസ, താമസ വിസ, പുതുതായി ഇഷ്യൂ ചെയ്ത വിസകൾ എന്നിങ്ങനെ എല്ലാ വിഭാഗത്തിലുമുള്ള വിസകൾ ഉള്ളവർക്കും ദുബായിലേക്ക് യാത്ര ചെയ്യാമെന്നാണ് വിമാന കമ്പനികളുടെ അറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. ദുബായ് യാത്രക്കാർക്ക് 3 നിബന്ധനകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തിറക്കിയ അറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. നിബന്ധനകൾ ഇപ്രകാരമാണ്: സാധ്യതയുള്ള താമസ വിസയുള്ളവർ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിന്റെയോ അല്ലെങ്കിൽ GDRFAയുടെയോ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് അനുമതി നേടിയിരിക്കണം. വിമാനം പുറപ്പെടുന്ന സമയത്തിന് 48 മണിക്കൂറിനകം സാമ്പിൾ ശേഖരിച്ച് നടത്തിയ RT-PCR കോവിഡ് പരിശോധനാ ഫലം ഹാജരാക്കിയിരിക്കണം. പരിശോധനാ ഫലം അംഗീകൃത പരിശോധനാ കേന്ദ്രത്തിൽ നിന്നുള്ളതായിരിക്കുകയും അതിൽ QR കോഡ് ഉണ്ടായിരിക്കുകയും വേണം. യാത്ര പുറപ്പെടുന്ന വിമാനത്താവളത്തിൽ വെച്ച് വിമാനം പുറപ്പെടുന്നതിന് 6 മണിക്കൂറിനിടെ നടത്തിയ റാപ്പിഡ് കോവിഡ് PCR പരിശോധനാ ഫലവും ഹാജരാക്കിയിരിക്കണം. ഈ പരിശോധനാ ഫലത്തിലും QR കോഡ് ഉണ്ടായിരിക്കണം. ഈ നിബന്ധനകൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.